നമ്മുടെ സുരേഷ്. സുരേഷിന്റെ കണ്ണിലൂടെ അയാളുടെ ഗ്രാമവും അയാളുടെ ഓർമ്മകളിലേക്കും നമുക്കൊന്ന് എത്തി നോക്കിയാലോ? ശബ്ദമായി നിദ്രയുണർത്തുന്ന കിളികളെ കാണുവാനെന്തു ഭംഗി. കുന്നും മലകളും പാടങ്ങളുമുള്ള ഒരു കൊച്ചു ഗ്രാമമാണെന്റെ ഗ്രാമം. താറിട്ട റോഡില്ല, വൈദ്യുതിയുമില്ല, ഓലയാത്തിനുള്ള കൂരകളും. മോനെ അപ്പു, എടാ കുത്തി വരയ്ക്കാടാ, നല്ല വലുതാക്കി തന്നെ എഴുത്. ലണ്ടൻ ഹീത്രൂ, ഹീത്രൂ ടു ദുബായ്, ദുബായ് ടു കൊച്ചിൻ. Dad, please don't force me. I don't want to come. I hate going to India. I will stay with Susan and family. I promise I will be a good boy. നിന്നോട് പറയുന്നതിനനുസരിച്ചാ മതി, അവൻ നാട്ടിൽ പോകണ്ട പോലും. I'm done. സുരേഷേട്ടാ, അതിന് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ രീതിക്ക് വളരുന്നത് അവരുടെ തെറ്റല്ലോ. എന്നാലും നമ്മളെ കൊണ്ടാവുന്ന അവർക്ക് ചെയ്യുന്നു. നമ്മുടെ നാടുമായുള്ള അവരുടെ പേര് നന്നെ പഠിച്ചു വേണ്ടല്ലോ. കുന്നും മലകളും പാടങ്ങളുമുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് എന്റെ ഗ്രാമം. താറിട്ട റോഡില്ല, വൈദ്യുതിയുമില്ല, ഓലയാത്തിനുള്ള കൂരകളും. Passenger attention please. Flight A371 shortly arriving from Dubai to Cochin. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ദുബായിൽ നിന്നും ഫ്ലൈറ്റ് A371 കൊച്ചി വിമാനത്താവളത്തിൽ അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. I can't even open my eyes. No idea how I'll be able to live without my iPad and even my PlayStation. I can't believe I'm stuck in this horrible place. അതെ സുരേഷേട്ടാ, നമ്മുടെ നാട് നന്നായി പുരോഗമിച്ചു കഴിഞ്ഞു. ടെക്നോളജി എല്ലാ മുക്കിലും മുന്നിലും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ നമ്മുടെ കുട്ടികൾ ഇതറിയണ്ട. So goodbye to PlayStation and iPad. ശരിയാ, അവർക്ക് നമ്മുടെ നാടിന്റെ തുടിപ്പ് തൊട്ടറിയാനുള്ള കുറച്ച് ദിവസം അവരതങ്ങ് ആസ്വദിക്കട്ടെ. അതായിരിക്കും അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല വിഷയം. ഇപ്പോ എത്തിക്കാണും അല്ലേ? നീ ഒന്ന് അടങ്ങ് സുധാമണി, അത് ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. നിങ്ങൾക്കത് പറയാം. ഇപ്പോ 4 വർഷമായില്ലേ ഞാൻ എൻ്റെ പേരക്കുട്ടികളെ ഒന്ന് കണ്ടിട്ട്. വടക്കേത്തിലെ സ്ഥിതി കഴിഞ്ഞ വർഷം ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അവരുടെ ഫോണിലാണ് അവിടെ ഞാൻ അവസാനമായി ഒരു നോക്ക് കണ്ടത്. നീ ആകുലപ്പെടാതെ, പഴയ അംബാസിഡർ അല്ലേ, ഓടിയെത്തുമ്പോ കുറച്ച് താമസം പിടിക്കും. നീയും പരമനോട് പറഞ്ഞ് കുറച്ച് ഇളനീര് തയ്യാറാക്കി വെക്കും. കാറിൽ AC ഇല്ല, പോരാത്തിന് നല്ല ചൂടും. അതൊക്കെ എപ്പോഴേ തയ്യാറാക്കി വെച്ചു കഴിഞ്ഞു. നീ അവിടെ നിന്ന് എത്തിയാൽ മതി. ഹായ് ഗ്രാൻഡ, ഹായ് ഗ്രാൻഡ. അച്ഛനും അമ്മയ്ക്കും സുഖമല്ലേ? നിങ്ങളെയൊക്കെ കാണാൻ പറ്റാത്തൊരു ദുഃഖമേ ഉള്ളൂ. യാത്രയൊക്കെ സുഖമായിരുന്നു. തെറ്റില്ലായിരുന്നു, പക്ഷെ നല്ല ക്ഷീണം. ഇവിടെ AC ഉണ്ടോ? ഇല്ല മോനെ, ഫാനുണ്ട്. പിന്നെ തെക്കേ മുറിയിലെ ജനാല തുറന്നിട്ടാ നല്ല തണുത്ത കാറ്റ് കിട്ടും. മോൻ ഇങ്ങോട്ട് വെക്കൂ.
എന്റെ മക്കൾ നല്ല താഴ്ചയായിരിക്കുമല്ലോ വന്നത്. നല്ല തണുപ്പുള്ള ഇളനീര് അമ്മൂമ്മ എടുത്തു വെച്ചിട്ടുണ്ട്. Ilanir? What? Yes, organic coconut water. Dad, I asked you to buy some Coke and store it for me. You never listen. Sorry, Grandad, I only drink Coke. Horrible place. Nothing here to enjoy life. No technology, no Coke, no KFC. I'm going to die. അപ്പൂപ്പന് ടൗണിൽ വല്ല ഫ്ലാറ്റിലും താമസിച്ചാൽ പോലെ. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ ഓടിയകന്നു. അപ്പുവിന്റെ സ്വന്തം താല്പര്യപ്രകാരമല്ലെങ്കിലും അവൻ നമ്മുടെ നാടിന്റെ സ്പന്ദനങ്ങളോട് ചേർന്ന് കഴിഞ്ഞിരുന്നു. സുധാമണി, നമുക്കെല്ലാം തയ്യാറാക്കണ്ടേ? പിന്നെ എത്ര നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇങ്ങനെ ഒരു വിഷു, അതും എല്ലാവരും കൂടി. ഞങ്ങളൊന്ന് ടൗൺ വരെ പോയിട്ട് വരാം, കുറച്ച് സാധനം വാങ്ങാനുണ്ട്. കുട്ടികൾ എവിടെ നിൽക്കട്ടെ? എവിടെ അപ്പൂപ്പന്റെ പേരക്കുട്ടികൾ? ഞങ്ങൾക്കും കൂടി പരിചയപ്പെടുത്തി തരാമോ? പിന്നെന്താ മോനെ അപ്പു, അവരെയും കൂട്ടി ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇവിടെ ആരൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്ക്. ഇത് ബാലാമണി, ഇത് അമ്പിളി, ഇത് മായ, ഇത് ഉണ്ണി, പിന്നെ ഇത് കണ്ണൻ, ഇത് ഹരിക്കുട്ടൻ. എല്ലാവരും വന്നില്ലേ? നമുക്ക് വിഷുക്കണി ഒരുക്കിയാലോ? വിഷുക്കണി കുട്ടികളല്ലല്ലോ അമ്മൂമ്മ ഒരുക്കേണ്ടത്. അതെ, കളി ഒരുക്കുന്നതും കളി കാണിക്കുന്നതും എല്ലാം വീട്ടിലെ മുതിർന്നവരുടെ ജോലിയാണ്. എന്നാൽ ഇന്നൊരു പുതുമയ്ക്ക് നമ്മൾ ഒരുമിച്ച് കളിയൊരുക്കുന്നു. ഞാൻ പോയി കുറച്ച് കൊന്നപ്പൂ പറിച്ചു വരാം. What? Grandma? Cauliflower? മോനെ അപ്പൂ, കോളിഫ്ലവർ അല്ല, കൊന്നപ്പൂവാണ്. കണിക്കുന്ന ഐശ്വര്യത്തിന്റെ പ്രതീകമായാണ് കണി കാണുന്നത്. പിന്നെ അരി, വെള്ളരി, തേങ്ങ, പച്ചക്കറികൾ, പഴങ്ങൾ, നെയ്യും നാണയത്തുട്ടുകളും, ഒരു തരി പൊന്നും, പിന്നെ ഒരു വാൽക്കണ്ണാടിയും ഒരു ഓട്ടുരുളയും ഇങ്ങനെ സജ്ജമാക്കി വെക്കണം. അതിന് പിന്നിലായി അലങ്കരിച്ച കൃഷ്ണവിഗ്രഹം വെച്ച് വിളക്ക് തെളിയിച്ച് വേണം കണി കാണാൻ. വാൽക്കണ്ണാടി എന്നതാ അമ്മൂമ്മ? മോനെ അപ്പുതാ, വാൽക്കണ്ണാടി സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതിഫലനമായാണ് കണി കാണുന്നത്. ആ, കണിയൊക്കെ തയ്യാറായല്ലോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി വിഷു എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? വിഷു എന്നാൽ തുല്യം അല്ലെങ്കിൽ സമം എന്നൊക്കെയാണ് അർത്ഥം. ഭൂമിയെ സംബന്ധിച്ച് ഇതൊരു കോസ്മിക് ഇവന്റ് കൂടിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഭൂമിയുടെ രണ്ടർദ്ധഗോളങ്ങളിലും തുല്യമായ ദൈർഘ്യമുള്ള രാവും പകലും ഉണ്ടാവുന്ന ദിവസമാണ് വിഷു. മലയാള മാസം മേടം 1-നാണ് വിഷു ആഘോഷിക്കുന്നത്. കൊയ്ത്ത് കഴിഞ്ഞ് വരുന്ന ആഘോഷമായതിനാൽ നമ്മുടെ കേരളത്തിന്റെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ കൂടിയാണ് വിഷു. ഇനി എല്ലാവരും പോയി കിടന്ന് നല്ലതുപോലെ ഉറങ്ങിക്കോളും. നാളെ വെളുപ്പിനെ എണീറ്റ് കണി കാണുന്നത് തന്നെ. मंदिर बदे तव प्रभा
വിഷു ആയിക്കൊണ്ട് പാങ്ങൊന്നും എത്തിയല്ലോ. എത്തിയ സ്ഥിതിക്ക് കുട്ടികൾക്കൊരു പാട്ട് പാടി കൊടുത്തൂടെ? പിന്നെന്താ? മണ്ണ് തേടിയവളോ മനം തേടിയോ രംഗമ്മാവന്മാരെ ഇന്നലെ പെയ്ത മഴയ്ക്കിന്ന് കുരുത്തോ തകരഞ്ഞ എന്നെ പെറ്റ മണ്ണേ ഞാൻ വന്നു നിന്ന മണ്ണേ എനിക്ക് വേണ്ടി ധനം തേടിയോ രംഗമ്മാവന്മാരെ പൊലിക പൊലികേ ആയി പൊലികേ മണ്ണും മാനോ ആയി പൊലികേ പൊലിക പൊലികേ ആയി പൊലികേ മണ്ണും മാനോ ആയി പൊലിക ഹരിയെന്നോരും മാനും പൊലികേ നീ എന്നോരും നീ പൊലിക പൊലിക പൊലികേ ആയി പൊലികേ മണ്ണും മാനോ ആയി പൊലിക പമ്പൊലികേ പെട്ടമ്പ പൊലികേ നേരെ എന്നോരും പാപ്പം പൊലിക പൊലിക പൊലികേ ആയി പൊലികേ മണ്ണും മാനോ ആയി പൊലിക 4 കോടി ജീവങ്ങൾ പൊലികേ നിന്റെ നല്ലച്ഛൻ പൊലിക പൊലിക പൊലികേ ആയി പൊലികേ മണ്ണും മാനോ ആയി പൊലിക അപ്പൻ പൊലികേ പെറ്റമ്മ പൊലികേ നേരെ എന്നോരും പാപ്പം പൊലിക പൊലിക പൊലികേ ആയി പൊലികേ മണ്ണും മാനോ ആയി പൊലിക. സത്യം ഇട്ടിട്ട് പോവാം. ഓ ആയിക്കോട്ടെ. മോനെ പെട്ടിയൊന്ന് ദേവൻ എഴുതിക്കോ. നിന്റെ ലോകത്തേക്ക് തിരിച്ചു പോവുക. സന്തോഷമായിരിക്കുമല്ലോ. ദാ, എനിക്ക് തിരികെ പോകാനേ തോന്നുന്നില്ല. ഐപാഡും ഗെയിംസും ഒക്കെ ഞാൻ മറന്നു കഴിഞ്ഞേക്കണു. എനിക്കെന്റെ അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും കൂടെ നിന്നാൽ മതി. എനിക്ക് തിരിച്ചു പോവാൻ. Thank you very much for your real വിഷു കൈനീട്ടം. ശരി അച്ഛ, അമ്മേ, ഞങ്ങൾ പോയി വരട്ടെ. പോയി വരും മക്കളെ.